കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലാണെന്ന മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി എത്തുകയാണ് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമല്ലെന്നും നിലവിൽ പൂർണ്ണമായും ഭദ്രമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ട്രഷറിയിൽ നിലവിൽ 6000 കോടിയോളം രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ ആന്റണിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്ന് കൂടി ബാലഗോപാൽ പറഞ്ഞു വെക്കുന്നു. 2026 ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. മാർച്ച് മാസം 31 വരെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31 എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1 ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിൻ്റെ ട്രഷറിയിലുണ്ട്. ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, സാധാരണയായി സർക്കാരുകൾ മാറി വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു പഴിയാണ് ഖജനാവ് കാലിയാണെന്ന്. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ എത്തിയപ്പോൾ എ കെ ആന്റണി മുണ്ടുമുറുക്കി ഉടുക്കാൻ ഉപദേശിച്ചിട്ടുമുണ്ട്. ഏതായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടില്ല. ക്യാഷ് ബാലൻസ് തന്നെ 6000 കോടിയോളം ഉണ്ട് എന്നതാണ്. അതായത് വിനീത, ഈ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് മുമ്പ് അഡ്വാൻസായി ആണ് എ കെ ആന്റണി ഇങ്ങനെ മുണ്ട് മുറുക്കി ഉടുത്ത് മുമ്പോട്ട് പോകണമെന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത്. അതിനാണിപ്പോൾ എന്തായാലും മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടിയുമായി വരുന്നത്. അതായത് എ കെ ആന്റണി കരുതുന്ന പോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ല എന്നാണ് മുൻ ധനമന്ത്രി പറയുന്നത്. തൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട്. മെച്ചപ്പെട്ട നിലയിലാണ് സാമ്പത്തിക സ്ഥിതി ഉള്ളത്. ഏകദേശം 6000 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ട്രഷറിയിൽ ഉണ്ട് എന്നാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. എ കെ ആന്റണി സമയം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും മുൻ ധനമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വലിയ അറിവുള്ള ജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാവും. അതായത് ഇടതുപക്ഷത്തിൻ്റെ നിലനിർത്തിയ സാമ്പത്തിക ഭദ്രത അത് അതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വ്യക്തി എന്നൊരു പുകഴ്ത്തൽ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ കെ എൻ ബാലഗോപാൽ നൽകുന്നു. എന്തായാലും കൃത്യമായി എ കെ ആന്റണിക്ക് ഒരു മറുപടി നൽകുക എന്ന് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ കെ എൻ ബാലഗോപാൽ ഉദ്ദേശിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി നല്ല രീതിയിൽ പോകുന്നു. അതാണ് ഏതായാലും കെ എൻ ബാലഗോപാൽ മുൻ ധനമന്ത്രിയുടെ വാദം. സമയം കിട്ടുകയാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ എ കെ ആന്റണി നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാം എന്നതാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിതി പൂർണ്ണഭദ്രമാണെന്നും അദ്ദേഹം പറയുകയാണ്.